Hello guys, once again welcome back to another variety video of Trip with Shinil. ഗൈസ്, അപ്പോൾ ഞങ്ങളിങ്ങനെ നമ്മുടെ മാർക്കറ്റിംഗ് പരിപാടിയൊക്കെ ആയിട്ട് നമ്മുടെ പ്ലാനറ്റോറിയം ഷോയുടെ മാർക്കറ്റിംഗ് പരിപാടിയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ മൈസൂർക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശരിക്കും തൃശ്ശൂരിൽ നിന്ന് രാവിലെ 10:30 ബാംഗ്ലൂർ വണ്ടിക്കാണ് കയറിയത്. ആ ബാംഗ്ലൂർ വണ്ടിക്ക് കയറി നമ്മളിവിടെ എത്തുമ്പോൾ നമുക്ക് രാത്രി 8:15 മൈസൂർക്കൊരു വണ്ടിയുണ്ട്. ആ വണ്ടിക്ക് പോയാൽ 11 മണിയാകുമ്പോഴേക്കും മൈസൂരെത്തി മൈസൂർ റൂം എടുക്കാമെന്നൊക്കെ ആയിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷേ വണ്ടി ഭയങ്കര ലേറ്റായി. ആ വണ്ടി ശരിക്കും ബാംഗ്ലൂർ KSRൽ എത്തിയപ്പോൾ 9:30 മണിയായി കഴിഞ്ഞപ്പോൾ രാത്രി 9:30 മണിയായി. അപ്പോൾ നമുക്ക് വേറെ നിവൃത്തിയില്ല, ബാംഗ്ലൂർ തന്നെ തങ്ങേണ്ടി വന്നു. കാരണം അല്ലെങ്കിൽ 11:55 അജ്മീർ വണ്ടി ഇന്നലെ ക്യാൻസലായിരുന്നു. ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ചൊവ്വാഴ്ച ആ വണ്ടി ഓടണില്ല. അപ്പോൾ നമ്മുടെ പ്ലാനുകളൊക്കെ മാറി. അപ്പോൾ നമുക്ക് ഇവിടെ ബാംഗ്ലൂർ സ്റ്റേ ചെയ്യേണ്ടി വന്നു. ബാംഗ്ലൂർ സ്റ്റേ ചെയ്തപ്പോൾ ഞങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ മുകളിൽ തന്നെയുള്ള റിട്ടയറിംഗ് റൂമിലാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ റിട്ടയറിംഗ് റൂമിൻ്റെ വിശേഷങ്ങളാണ് ജസ്റ്റ് പറയാൻ വേണ്ടി വന്നത്. നമ്മുടെ ഈ ഒരു വിൻഡോ തുറന്നു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണ്. ബാംഗ്ലൂർ KSR റെയിൽവേ സ്റ്റേഷനാണ്. ഞാനൊന്ന് കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് കണ്ടോളൂ. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനാണ് കാണിച്ചു തന്നത്. അപ്പോൾ ഈ റിട്ടയറിംഗ് റൂം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1400 രൂപയാണ് ഈ ഒരു റിട്ടയറിംഗ് റൂമിനുള്ളത്. AC ആണ്. ഇവിടെ ഏകദേശം ഒരു 10-15 റിട്ടയറിംഗ് റൂമാണുള്ളത്. എല്ലാം AC റൂമാണ്, നോൺ AC റൂംസ് ഇല്ല. അപ്പോൾ 1400 രൂപയാണ് വന്നത്. റൂമിൻ്റെ ഒരു സ്ഥിതി ഇതാണ്. നല്ലൊരു വലിയ റൂമാണ് കേട്ടോ. ജസ്റ്റ് എൻട്രൻസ് തുടങ്ങി നിങ്ങളെ കാണിച്ചു തരാം. ജസ്റ്റ് ഇപ്പം ഞാനിവിടെയൊക്കെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടേക്കും രാവിലെ ഇരുന്നേറ്റപ്പോൾ. ഇതാണ് നമ്മുടെ വാതിൽ. ജസ്റ്റ് നമ്മളിവിടെ നിന്ന് ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ്. ഇവിടെയൊക്കെ റൂമുകളുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു റൂമിലേക്ക് കയറിയാൽ ഈ ഒരു റൂമാണ് നമ്മുടെ ആദ്യത്തെ ഒരു ശരിക്കും നമുക്കൊരു ഡിസ്കഷനൊക്കെ പറ്റിയ, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ ഫാമിലിയൊക്കെ വരികയാണെങ്കിൽ അവർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു സൗകര്യമൊക്കെ ഉള്ളൊരു റൂമാണ് കേട്ടോ. ഇവിടെ ഒരു ടീപ്പോയി ഉണ്ട്, ചെയറുണ്ട്, ഇത്ര ഏരിയ ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ബെഡ് ഇട്ടാൽ കിടക്കാൻ പറ്റും. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു മിററും അതുപോലെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ നിർത്തി ഇവിടെയാണ് നമ്മൾ കിടക്കുന്ന റൂം. 2 ബെഡ് കൂട്ടിയിട്ടേക്കണ ഒരു കിങ് സൈസ് ബെഡ് പോലെ ആക്കിയേക്കണതാണ്. 2 സെപ്പറേറ്റ് ബെഡാണ്. ബെഡിനൊന്നും വലിയ എന്താണ് ക്വാളിറ്റി പറയാനില്ല. സാധാരണ ബെഡിൻ്റെ അകത്ത് സാധാരണ ഒരു കോട്ടൺ വൈറ്റ് കൊണ്ട് മടക്കിയേക്കണം, അല്ലെങ്കിൽ മറച്ചേക്കണ ഒരു ബെഡ് കവറ്. പിന്നെ ഒരു നല്ലോണം കുറച്ച് നല്ല ലൈറ്റ് ഉണ്ട്, റൂമിന് നല്ല ലൈറ്റ് ഉണ്ട്. പിന്നെ AC ഉണ്ട്. പിന്നെ എനിക്ക് തോന്നിയ പോരായ്മകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയേക്കണം ബ്ലാങ്കറ്റ്. സാധാരണ കമ്പിളി പുതപ്പാണ് കിട്ടിയേക്കണം. സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കണം ഒരു കമ്പിളി പുതപ്പ് 1400 രൂപ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു ചെറിയൊരു ഹോട്ടലിലൊക്കെ താമസിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫെസിലിറ്റി നമുക്ക് കിട്ടിയില്ല. ഈ കമ്പിളി പുതപ്പ് എന്ന് പറഞ്ഞാൽ സിംഗിൾ കമ്പിളി പുതപ്പാണ്. 2 പേർക്ക് ഇത്രയും വലിയ ബെഡിൽ 2 പേർക്ക് കിടക്കാൻ പറ്റിയ ബ്ലാങ്കറ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ AC ഒക്കെ ഇട്ട് രാത്രി ആയി കഴിഞ്ഞാൽ നമുക്ക് AC ഓഫ് ചെയ്യേണ്ടി വരും. കാരണം അത്രയും തണുപ്പാണ്. പിന്നെ ബാംഗ്ലൂർ ക്ലൈമറ്റ് എനിക്ക് അറിയാമല്ല, തണുപ്പുള്ളൊരു ക്ലൈമറ്റാണ്. പക്ഷേ നമുക്ക് നല്ലോണം AC കൂടി കഴിയുമ്പോൾ നമുക്ക് ബ്ലാങ്കറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ AC ഓഫ് ചെയ്യേണ്ടി വരും. ഞാൻ ഇന്നലെ എൻ്റെ മുണ്ട് പുതച്ചാണ് കിടന്നുറങ്ങിയത്. മുനീർ ബ്ലാങ്കറ്റിലും. കാരണം അവൻ അങ്ങോട്ട് വലിക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വലിക്കും. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ബ്ലാങ്കറ്റ് തികയുണ്ടായില്ല. അപ്പോൾ ഞാൻ ഒരുമിച്ച് നമ്മൾ ഫാമിലിയാണെങ്കിൽ ചിലപ്പോൾ ഒരുമിച്ച് കിടക്കാൻ പറ്റായിരിക്കാം. പക്ഷേ ഫാമിലി അല്ലാത്തവർ വന്നാൽ ചിലപ്പോൾ ഒരു ബ്ലാങ്കറ്റ് തികയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ബാത്ത് ടവൽ ഞാൻ ഇനി മുനീർ കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോയ്ലറ്റും കൂടി ഫെസിലിറ്റിയും കൂടി ഞാൻ കാണിച്ചു തരാം. പിന്നെ ബാത്ത് ടവൽ ഇവർ തരണില്ല, സോപ്പും ഇവർ തരണില്ല. സാധാരണ ഹോട്ടലിലൊക്കെ ചെന്ന ഒരു ബാത്ത് ടവലും ഒരു സാമ്പിൾ സോപ്പൊക്കെ തരുന്നതാണ്, പക്ഷേ ഇവർ തരണില്ല. പിന്നെ TV അവൈലബിൾ ആണ്. പിന്നെ ഫാൻ 2 റൂമിലും ഫാൻ അവൈലബിൾ ആണ്. ശരിക്കും ബാംഗ്ലൂരിൽ രാവിലെയും രാത്രിയും ഒരു തണുപ്പാണെങ്കിൽ ഉച്ചയ്ക്ക് നല്ല ഹോട്ട് തന്നെയാണ്. ഗൈസ്, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഈ റിട്ടയറിംഗ് റൂമിലെ ടോയ്ലറ്റ് ഫെസിലിറ്റി. നമുക്കൊരു ക്ലോസറ്റ് അവൈലബിൾ ആണ്. അതുപോലെ ഷവർ, ബക്കറ്റ്, കുളിക്കാനുള്ള ഹോട്ട് വാട്ടർ, കോൾഡ് വാട്ടർ എല്ലാം അവൈലബിൾ ആണ്. ഇവിടെ ഒരു വാഷ് ബേസിനും അവൈലബിൾ ആണ്. അങ്ങനെ നല്ലോണം ടൈലൊക്കെ ഇട്ടിട്ട് നല്ല വീതിയും വിസ്തീർണമൊക്കെ ഉള്ള ഒരാൾക്ക് പന്ത് കളിക്കാൻ സൈസുള്ള അടിപൊളി ഒരു ടോയ്ലറ്റും കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതൊരു റിട്ടേൺ റൂമിൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. മാത്രമല്ല ഇതിനോട് കൂടെ ചേർന്ന് ഡോർമെറ്ററി അവൈലബിൾ ആണ്. എന്താണ്, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സെപ്പറേറ്റ് ഡോർമെറ്ററി അവൈലബിൾ ആണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമുക്ക് സാധാരണ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇപ്പോൾ കണ്ടുവരുന്ന AC ലോഞ്ച് എല്ലായിടത്തുള്ള AC ലോഞ്ച് ഇവിടെ AC ലോഞ്ച് അവൈലബിൾ ആണ്. വലിയ AC ലോഞ്ചാണ്. അതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു സാധാരണ സ്ഥലങ്ങളിലൊക്കെ 50 രൂപയാണ്. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ 30 രൂപയാണ്, ട്രിച്ചിയിൽ 30 രൂപയാണ്, എന്നാൽ ഈ കോയമ്പത്തൂർ 50 രൂപയാണ്. ഞാൻ പല സ്ഥലത്തും ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഈ നമ്മുടെ പ്ലാനറ്റോറിയത്തിൻ്റെ പർപ്പസുമായിട്ട് ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യാറുണ്ട് ഇപ്പോൾ. അപ്പോൾ ആ ട്രാവലിങ്ങിൻ്റെ ഭാഗമായിട്ട് പോകുമ്പോഴൊക്കെ ഇങ്ങനെ AC ലോഞ്ചിലൊന്ന് കയറി ഫ്രഷ് ആയിട്ടൊക്കെയാണ് പോവുക. ഇപ്പോൾ കണ്ണൂരൊക്കെ വരികയാണെങ്കിൽ വെളുപ്പിനെ വരുന്ന വണ്ടിക്കകത്ത് ഏകദേശം ഒരു 5 മണിക്കൊക്കെയുള്ള വണ്ടിക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ AC ലോഞ്ചിൽ കയറി കുളിച്ച് ഫ്രഷായി നമ്മുടെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തിറങ്ങും. അപ്പോൾ നമുക്കൊരു ദിവസം സ്റ്റേ ചെയ്യേണ്ട എമൗണ്ട് അതിനകത്ത് ലാഭിക്കാം. ഏകദേശം 30 രൂപ കൊടുത്താൽ 1 മണിക്കൂർ നമുക്ക് കിട്ടും. ഒരു 2 മണിക്കൂറായി 60 രൂപ. നമുക്ക് നന്നായിട്ട് ഫ്രഷ് ആകാം, നമുക്ക് ടോയ്ലറ്റിൽ പോകാം, കുളിക്കാം, ഡ്രസ്സ് മാറാം. അതിനുശേഷം നമുക്ക് തിരിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ജോലിക്ക് പോകാം. വൈകുന്നേരം നമുക്ക് നേരെ വീട്ടിലേക്കും പോകാം. നമ്മുടെ ലഗേജസ് അവിടെ കീപ്പ് ചെയ്യാനുള്ള ക്ലോക്ക് റൂമുണ്ട്. 20 രൂപ 25 രൂപയായിട്ടാണ് ക്ലോക്ക് റൂമിൽ വെക്കേണ്ടുള്ളൂ. അത് കണ്ണൂരത്തെ കാര്യം. ഇനി നമ്മൾ കോയമ്പത്തൂർ വരികയാണെങ്കിൽ 50 രൂപയാണ്, തൃച്ചിയിൽ 30 രൂപയാണ്. അങ്ങനെ എല്ലായിടത്തും ഇപ്പോൾ ഈ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് ഫെസിലിറ്റികളുണ്ട്. ആ ഫെസിലിറ്റികൾ നമുക്ക് യൂസ് ചെയ്താൽ വളരെ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് നമ്മുടെ ഇത്തരത്തിൽ ഈ പറഞ്ഞ മാർക്കറ്റിംഗ്, ട്രാവലിംഗ് അല്ലെങ്കിൽ ഒഫീഷ്യൽ ടൂറൊക്കെ നടത്താൻ നേരത്തെ നമുക്ക് വളരെ രസകരമായിട്ട് നമ്മുടെ കാര്യങ്ങൾ നിറവേറ്റാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഷോർട്ട് വീഡിയോ, അപ്പോൾ ഞാൻ ഈ ഒരു ബാംഗ്ലൂർ റിട്ടയറിംഗ് റൂമിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും പാസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.